ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് LGSലെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഇന്ന് മുതൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആസ് യൂഷ്വൽ നമ്മുടെ ഡെയിലി ബൂസ്റ്റർ പോലെയല്ല, ഇതും നമുക്കറിയാം 20 ക്വസ്റ്റ്യൻസ് ആണ് എന്തിൽ വരുന്നത്, നമ്മുടെ LGS ലെവലില് മാത്സിന് വരുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGSന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായിട്ട് നമ്മൾ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം, ഡെയിലി ആയിരിക്കില്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ആയിരിക്കും. അത് എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാം വരെ അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്സിൽ നിന്നുള്ള 20 മാർക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് എന്താ ഒരു 18 വരെയൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാര്യം പല ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെല്ലാം എന്താണ് പ്രീവിയസ് ഇയറിൽ പലപ്പോഴായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, 25 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ 25ന്റെ സ്ക്വയർ 625ആണ്, 4ന്റെ സ്ക്വയർ 16ആണ്. അതൊന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട ഞാനൊരു ഐഡന്റിറ്റി പറഞ്ഞു തരാം. A പവർ M ഇൻറ്റു B പവർ M എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോണൻസ്, കൃത്യംഗങ്ങൾ എന്ന് പറയും. ഇവിടെ നോക്കിക്കേ, ഇത് രണ്ടും വേറെയും ഇത് രണ്ടും ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒരുമിച്ച് എഴുതാനായിട്ട് പറ്റും. ണ്ടോ, ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സെയിം നമുക്കിവിടെ എന്ത് കൊടുക്കാം, ഇതിനെ 25 ഇൻറ്റു 4 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 25 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 100ആണെന്നറിയാം. 100ന്റെ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. 100ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, 100 എഴുതണം, അഗെയിൻ 2 പൂജ്യം ഇട്ട് കൊടുക്കുക. സോ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. ഉണ്ടാ, ഇവിടെ ഈ ഒരു കൃത്യംഗ നിയമങ്ങളുടെ ഈ ഒരു ഐഡന്റിറ്റിയാണ്. കൃത്യംഗ നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ ചോദിക്കുന്നില്ല പരീക്ഷയ്ക്ക്, പക്ഷെ അതുമായിട്ട് നമ്മുടെ സിലബസിലില്ല, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ 625 നമുക്ക് കിട്ടും, ഇവിടെ എന്താണ് 4 സ്ക്വയർ 16, ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ അത്രയും കോംപ്ലിക്കേഷൻസ് ഇല്ല. ഇത് എന്ത് ചെയ്യാനായിട്ട്, ഇത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എത്രയും എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി വെച്ച് തന്നെ 19/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അതാണ്. LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എഴുതി വെച്ച് തന്നെ നിങ്ങൾ പഠിച്ച് പോകണം. അപ്പം നിങ്ങൾക്കത് വീണ്ടും നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി അത് സെറ്റ് ആകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 48 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പറഞ്ഞിരിക്കുന്ന എന്താണ്, 48 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ ആ ബസ് എത്ര സഞ്ചരിക്കുന്നുണ്ട്, 48 മണിക്കൂർ. രണ്ടാണെങ്കിൽ എത്ര വരും, 48 ഇൻറ്റു 2. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് വരേണ്ടത്, 5 ഇൻറ്റു 48 ചെയ്താൽ മതി അല്ലെ. 48നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, 240 കിലോമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അതായത് 1 മണിക്കൂറിൽ 48 കിലോമീറ്റർ. 2 മണിക്കൂർ ആകുമ്പോൾ 48ന്റെ ഇരട്ടി എടുക്കുക, 96 വരും. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ ആകുമ്പോൾ 5 ഇൻറ്റു 48 ചെയ്യുക, 240 വരും ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ 1നും 4നും ഇടയിൽ വരേണ്ടത്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, ഇവിടെ ഇത് 2 ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം 1/2 എന്ന് പറയുന്നത് അരയാണ് അല്ലെ. അര എന്ന് പറയുന്നത് 1നേക്കാൾ ചെറുതാണ്. 3/4 എന്ന് പറയുന്നത് മുക്കാലാണെന്ന് നമുക്കറിയാം, അതും 1നേക്കാൾ ചെറുതാണ്. അപ്പൊ ഇത് രണ്ടും ആൻസർ ആയിട്ട് വരില്ല. ഈ 7/4 7/2 എന്ന് പറയുമ്പോൾ 7/4 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ വരും, ഇവിടെ 4 അല്ലെ, ശിഷ്ടം 3 വരും. അതായത് 1 കഴിഞ്ഞിട്ടുള്ള 1/4 എന്ന് വരും ഇവിടുത്തെ ആൻസർ. 1 ഇവിടെ എന്ത് വരും, 3/4 എന്ന് വരും. 1/4 എന്ന് പറയുന്നത് 1 കഴിഞ്ഞിട്ടാണ്, 4നുള്ളിലാണ്. സോ ഇത് ആൻസർ ആയിട്ട് വരാം. ഇനി 7/2 നോക്കിക്കേ, 7/2 എന്ന് പറയുമ്പോൾ 3 തവണയാണ് അല്ലെ, 3.5 എന്ന് വരും. 3.5 എന്ന് പറയുന്നതും എന്തായിട്ട് വരും, ഈ പറയുന്ന 4നുള്ളിലാണ്. സോ ഇതും ആൻസർ ആയിട്ട് വരും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത്, PSC ക്യാൻസൽ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 13/7 16/7 19/7 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, 13 7 10 അല്ലെ, 13 നെക്സ്റ്റ് തന്നിരിക്കുന്ന 16 നെക്സ്റ്റ് തന്നിരിക്കുന്ന 19, 3 കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്പർ എത്രയായിരിക്കും, 21 ആയിരിക്കും അല്ലെ. 19
അല്ല 21 22 നെക്സ്റ്റ് വരേണ്ടത് എത്രയാണ്? 22 3 കൂടി കൂട്ടുമ്പോഴേക്കും നമുക്കറിയാം 25 വരും. നെക്സ്റ്റ് വരേണ്ടത് 28. നോക്കിക്കേ, ഇവിടെ എല്ലായിടത്തും ബൈ 7 ഉണ്ട്. ഇവിടെ ഒന്നും എന്താണ് 7ന്റെ ടേബിളിൽ പോകുന്നല്ല. 28/7 എന്ന് പറയുമ്പോൾ എത്ര വരും? 4 എന്ന് വരും ആൻസർ. അപ്പൊ നമുക്ക് ഈ ശ്രേണി എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 28/7 എന്ന് എഴുതണ്ട, അവിടെ 4 എന്ന് എഴുതിയാൽ മതി. അതല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം എത്ര? നമ്പർ ആയിരിക്കണം പെർഫെക്റ്റ്. ഇവിടെ 25/7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ 22/7 എന്ന് പറയുമ്പോൾ അതിനെങ്ങനെയായിരിക്കും? 22/7 7 21 കണ്ട 7 ഇവിടെ 1 വരും കണ്ട, ഇങ്ങനെയായിരിക്കും ആൻസർ വരുന്നത്. 3 1/7 കണ്ട, പെർഫെക്റ്റ് ആയ ഒരു നമ്പർ അല്ല. എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൗണ്ടിങ് നമ്പേഴ്സ്, നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ. അതിൽ ആദ്യത്തെ ഏതായിരിക്കും? 28/4. നെക്സ്റ്റ് വരേണ്ടത് ഏതാണ്? വീണ്ടും നമ്മൾ 3 കൂട്ടുമ്പോൾ നെക്സ്റ്റ് ഇവിടെ വരേണ്ടത് 31. പിന്നെ വരേണ്ടത് ഏതാണ്? 34. നെക്സ്റ്റ് വരേണ്ടത് 37. ഇങ്ങനെ ആയിരിക്കും ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത്. അടുത്ത എവിടെയോ വരുമ്പോഴേക്കും വീണ്ടും എഗെയിൻ നമ്മുടെ ആ ഒരു പാറ്റേണിലേക്ക് അത് വരും. ഓക്കെ ആണല്ലോ? അപ്പൊ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ ഇവിടെ 4 വരും. നെക്സ്റ്റ് നോക്കാം. 3/4 5/8 എന്നീ സംഖ്യകളുടെ LCM ലസാഗു എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുണ്ട്? PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇങ്ങനെ ഭിന്നസംഖ്യകൾ തന്നിട്ട് LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണോ കണ്ടുപിടിക്കാൻ പറയേണ്ടത് അതെന്ത് ചെയ്യുക? നിങ്ങൾ മുകളിൽ എടുത്തെഴുതുക. LCM ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ HCF ചെയ്യുക. എന്തിന്റെ? LCM എന്ന് പറയുമ്പോൾ മുകളിലത്തെ നമ്പേഴ്സ്, അംശങ്ങളുടെ ഇതാണ് നമ്മുടെ അംശം എന്ന് പറയുന്നത്, ന്യൂമറേറ്റർ. ഇതാണ് എന്ത്? ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്ന് പറയുന്നത്. ഇവിടെ LCM ആയിട്ട് എടുക്കുമ്പോൾ മുകളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് മുകളിലത്തെ നമ്പറിന്റെ LCM-ഉം താഴെ എന്താണോ എഴുതിയിരിക്കുന്നത് അതിന്റെ HCF-ഉം. ഇതായിരിക്കും ഈ സംഖ്യകളുടെ ലസാഗു എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചോദിക്കുവാണ് ലസാഗു LCM-ന് പകരം ഇവരിവിടെ ചോദിക്കുന്നത് HCF എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മുകളിൽ HCF എഴുതണം. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ എടുത്ത് മുകളിൽ എഴുതുക. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. എന്ത് സാധനം കണ്ടുപിടിക്കണോ അതിനെ നേരെ മുകളിൽ എഴുതുക. ബാക്കി എന്താണോ അല്ലാത്തത് വരുന്നത് അതിനെ നേരെ താഴേക്ക് എടുത്തെഴുതുക. അപ്പോൾ നോക്കിക്കേ, 5ന്റെയും 3ന്റെയും LCM എന്ന് പറയുന്നത് എങ്ങനെയാണ്? LCM ഇവിടെ നമുക്ക് എന്താണ്? ഇതൊരു പ്രൈം നമ്പർ ആണ്. 3ഉം 5ഉം പ്രൈം നമ്പർ ആണ്. സോ അതിന്റെ LCM എന്ന് പറയുന്നത് അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് എന്താണ്? HCF എന്ന് പറയുന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ഇത് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടുത്തെ ഈ നമ്പർ നോക്കിയാൽ മതി. ഇവിടെ 4 ആയിരിക്കും നമ്പർ. 15/4. ആൻസർ വരേണ്ടത് 15/4 ആണ്. ഇവിടെ ഉണ്ടോ? ഇല്ല. സോ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? അവര് ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇത് ഓർത്തിരിക്കുക. ഭിന്നസംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനടുത്ത് മുകളിൽ എഴുതുക, താഴെ HCF എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അംശങ്ങൾ, മുകളിലുള്ള അംശങ്ങൾ എന്താണോ അതെടുത്ത് മുകളിൽ എഴുതുക, താഴെ ഛേദങ്ങൾ എഴുതുക. സെയിം തന്നെ പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിന്റെ വാങ്ങിയ വില എത്ര? ആ സാധനത്തിന്റെ വാങ്ങിയ വിലയാണ്. അത് നോക്കിക്കേ, ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടം എന്ന് പറയുമ്പോൾ ഞാൻ ആ വാങ്ങിയ സാധനത്തിന്റെ വില, അതായത് ഉണ്ടോ ഈ 70% ആയിരിക്കുമല്ലോ 700 രൂപ, എന്നാലല്ലേ എനിക്ക് 30% നഷ്ടം വരുള്ളൂ. അതുകൊണ്ട് അതായത് ഞാൻ 70%-നാണ് അത് വിറ്റത്, അതുകൊണ്ടാണ് എനിക്ക് 30% നഷ്ടം വന്നത്. അങ്ങനെയെങ്കിൽ ഈ 100 എത്ര? വാങ്ങിയ വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ഇവിടെ ക്രോസ് ചെയ്യുക. അവിടെ എന്ത് വരും? 100 × 700. രണ്ടെണ്ണമുള്ളത് മുകളിൽ എഴുതുക, ഒരെണ്ണമുള്ളത് താഴെ എഴുതുക. ഇതാണ് അതിന്റെ റൂള്. ഇവിടെ കട്ടായി പോകും 10 അല്ലേ? അപ്പൊ എത്ര വരും ആൻസർ? 1000. 1000 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഞാൻ 700 രൂപയ്ക്ക് വിറ്റു. എനിക്ക് എത്ര വന്നു? 30% നഷ്ടമുണ്ടായി. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, 0.111 × 0.44 തുല്യമായത് ഏത്? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പറയുന്നത് ചിലപ്പോൾ ഇത് ഇങ്ങനെ തരും ക്വസ്റ്റ്യൻ. 0.1 ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബാർ ഇട്ട് തരും. ഇതിന്റെ മീനിങ് എന്താണ്? ഈ ബാറിന്റെ താഴെയുള്ള നമ്പർ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഇങ്ങനെ ഇവിടെ തന്നിരിക്കുന്ന 1 എന്ന് പറയുന്ന നമ്പറാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഇതിനെ റീപ്ലേസ് ചെയ്യുക. 1/9 എന്ന് എഴുതുക. ഇവിടെ എന്താണ്? 4 ആണ്. 0.44. 4 എന്ന് പറയുന്ന സംഖ്യ മാത്രമാണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് എഴുതുക? 4/9 എഴുതുക. അതായത് 0.222 എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? 2/9. ഇത് ഞാൻ കാണിച്ചു തരാം. 2/9. പോയിന്റ് ഇട്ട് കൊടുത്തു. 0 9 18. എഗെയിൻ നമുക്ക് 2 വന്നു. ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പൊ ഇവിടെ എന്താണോ ഇനിയിപ്പോ നിങ്ങൾക്ക് നോക്കിക്കേ, ഇങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 0.23 23 23 ഇങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
ഈ എന്താണോ റിപ്പീറ്റ് ചെയ്യുന്ന ആ 2 നമ്പർ അല്ലേ, അതെടുത്ത് എഴുതുക. ഡിവൈഡഡ് ബൈ എന്തെഴുതണം? 9 അല്ല എഴുതേണ്ടത്, അവിടെ എന്തെഴുതണം? 99 എഴുതണം. ഇതാണ് ആ പ്രോസസ്സ്. ഇവിടെ എന്ത് വരും? ഇവിടെ ഇങ്ങനെ റൂട്ട് വരും അല്ലെ. ഇനിയിപ്പോ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4 4 ഡിവൈഡഡ് ബൈ 9 × 9 81. 4ന്റെ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. 4ന്റെ റൂട്ട് എന്ന് പറയുന്നത് ആൻസർ എത്രയാണ് വരേണ്ടത്? ഇവിടെ 2 വരും. ഇവിടെ എന്ത് വരും? 81ന്റെ റൂട്ട് എന്ന് പറയുന്നത് 9 വരും. 2/9. ആൻസർ ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ അതിന് പകരമാണ് അവർ തന്നിരിക്കുന്നത് സാധനം അല്ലെ. ഞാൻ ഇവിടെ പറഞ്ഞു 0.222 എന്ന് പറയുന്നത് 2/9 ആണ്. 0.3333 എന്ന് തന്നാൽ അതിന്റെ മീനിങ് എന്താണ്? 3/9 ആണ്. 0.555 എന്ന് തന്നാൽ അതിന്റെ മീനിങ് എന്താണ്? 5/9 ആണ്. ഇതാണ് ആ റൂള്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇവിടെ എക്സെട്ര ആയിട്ട് കണ്ടു, അയ്യോ അത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കരുത്. എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സ്കൂൾ അസംബ്ലിയിൽ 10ാം ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്ന് 25ാമതും പിന്നിൽ നിന്ന് 13ാമതുമാണെങ്കിൽ വരിയിൽ എത്ര പേരുണ്ടാകും? ഒരാളെ, ഇടക്ക് നിൽക്കുന്ന ഒരാളെ മുന്നിൽ നിന്നും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, പിറകിൽ നിന്നും പറയുന്നുണ്ട്. അതായത് അയാൾ അവിടെ 2 വട്ടം അയാളെ കൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി അങ്ങ് കൂട്ടുക, -1 ചെയ്താൽ മതി. ഞാൻ ഇവിടെ നിന്ന് എണ്ണിയപ്പോഴും അയാളെ എണ്ണി, ഇവിടെ നിന്ന് എണ്ണിയപ്പോഴും അയാളെ എണ്ണി. അപ്പൊ ഒരു വട്ടം അയാളെ കുറക്കണമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നുമുള്ള നമ്പർ എത്രയാണോ അത് തമ്മിൽ കൂട്ടുക, 1 മൈനസ് ചെയ്യുക. 25ഉം 13ഉം 38 ആണ്. 38ൽ നിന്ന് 1 കുറച്ചാൽ 37. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ, എളുപ്പമാണ് ഇത്. ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ആകെ നിങ്ങൾക്ക് അറിയാത്തതായിട്ട് ഈ ഒരു സെക്ഷൻ മാത്രമായിരിക്കും ചിലപ്പോൾ ഡൗട്ട് വരുന്നത്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര? 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ 1 to 100 തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. ശരാശരി എന്ന് പറയുന്നത് എന്ത് വരും? n+1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. 100 + 1 ഡിവൈഡഡ് ബൈ 2, 101 ഡിവൈഡ് ബൈ 2. 100ന്റെ പകുതി 50 ആണ്. 1ന്റെ പകുതി എത്രയാണ്? 0.5 ആണ്. സോ ആൻസർ എത്ര വരും? 50.5 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. രാജുവിന് അവന്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ രാജുവിന്റെയും അനിയന്റെയൊക്കെ വയസ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം രാജു ഉണ്ട്, അതേപോലെ രാജുവിന്റെ ബ്രദറും ഉണ്ട്. രാജുവിന് അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലെന്ന് പറയുമ്പോൾ നമ്മൾ ബ്രദറിന്റെ വയസ്സ് x ആക്കി കൊടുത്താൽ രാജുവിന്റെ വയസ്സ് x+10 ആണ്. ഓക്കെ, 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് 5 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സ് എന്തായാലും അത് കൂടിയിട്ടുണ്ടാകുമല്ലോ. 10 എന്നുള്ളത് 15 മാറിയിട്ടുണ്ടാകും. 5 കൂടി കാണുമല്ലോ ആരുടെ വയസ്സാണെങ്കിലും. ഓക്കെ, എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സെന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? അനിയന്റെ വയസ്സിന്റെ 2 മടങ്ങാണ്. സോ ഇവിടെ ആൻസർ എത്ര വരും? x+15 എന്ന് പറയുന്നത് 2x + 10 എന്ന് വരും. അതായത് 15 - 10 എന്ന് പറയുന്നത് 2x - x ആണ്. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ബ്രദറിന്റെ വയസ്സ് 5 ആണെങ്കിൽ രാജുവിന്റെ വയസ്സ് എത്രയായിരിക്കും? 15 ആയിരിക്കും. 5 വർഷം കഴിഞ്ഞു, ഇവിടെ എത്ര വരും? 5 + 5 10 വരും. ഇവിടെ 20. കണ്ട, 10 ആയിരുന്നു, 10 ആയപ്പോ ഇരട്ടിയായി, 20 ആയി. 5 ആയപ്പോ 10 കൂടുതലായി. എങ്കിൽ രാജുവിന്റെ വയസ്സ് ചോദിച്ചാൽ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി 15 ആണ് രാജുവിന്റെ വയസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിച്ച് എടുക്കാം. അതാണെങ്കിലും എളുപ്പത്തിൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് നോക്കാം. 100 × 83 × 39 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എന്ത്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 100നെ 9 കൊണ്ട് ഹരിച്ചാൽ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാം 109 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 99 വരെ വരും അല്ലേ. 11 × 9 99 ആണെന്നറിയാം. അത് 9ന്റെ പട്ടികയിൽ. ബാക്കി ശിഷ്ടം ഇവിടെ 1 വരും. 9 × 9 81 എന്നറിയാം. ബാക്കി ഇവിടെ ശിഷ്ടം 2 വരും. 9 × 4 36 ആണെന്നറിയാം. ബാക്കി ശിഷ്ടം ഇവിടെ 3 വരും. ഇതിന് ഓരോന്നിനെയും ഹരിക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 39നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 36 വന്നു, ശിഷ്ടം 3 വന്നു. 100നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 11 വരും. ഇവിടെ 99, ശിഷ്ടം 1 വരും. ഇനി എന്താണ്? 83നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 9 × 9 81, ശിഷ്ടം ഇവിടെ എത്ര വരും? 2 വരും. നമുക്ക് ഈ ശിഷ്ടങ്ങൾ മാത്രം മതി. ശിഷ്ടമല്ലേ ചോദിച്ചിരിക്കുന്നത്? 1, 2, 3 ഇതാണ് നമ്മുടെ ശിഷ്ടങ്ങൾ. ഇതങ്ങ് ഗുണിക്കുക. 1 × 2 2, 2 × 3 6,
ഇതായിരിക്കും ഈ വലിയ സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുവാണ്, നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 9നേക്കാൾ വലിയൊരു നമ്പറാണ് കിട്ടിയെന്ന് വെക്കാം. ഓക്കെ, അടുത്തൊരു നമുക്കൊരു 4 കിട്ടിയെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 6 × 4 24 എന്ന് വന്നു. വലിയൊരു നമ്പറാണ് വന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ശിഷ്ടത്തിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കിയാൽ മതി. അപ്പോൾ എന്ത് കിട്ടുന്നു? അതായിരിക്കും ആ വലിയ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള ശിഷ്ടം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഡൗട്ട് അടിക്കരുത്, ഒന്നുമില്ല, ഡയറക്റ്റ് അതിനെ ഡിവൈഡ് ചെയ്യാം. ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, പട്ടിക നമുക്ക് അറിയാവുന്നതാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 6:210:10 എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ കുറച്ച് നമ്പേഴ്സിന്റെ സ്ക്വയർ, ക്യൂബ്, ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഈ 6:210 കാണുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വരണം 6ന്റെ ക്യൂബ് 216 ആണെന്നും അതിനോടടുത്ത നമ്പർ ആണെന്നും ഇവിടെ എഴുതിയിരിക്കുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. അപ്പൊ 216-ൽ നിന്ന് 6 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 210 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 10:- ചോദിച്ചാൽ നമ്മുടെ എന്ത് ചെയ്യണം? 10ന്റെ ക്യൂബിൽ നിന്ന് 10 നമുക്ക് മൈനസ് ചെയ്യണം. ഓക്കെ, 10ന്റെ ക്യൂബിൽ നിന്ന് 10 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ ആൻസർ വരേണ്ടത് ഇവിടെ 1000 വരും. 1000-ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ ഇവിടെ ആൻസർ വരേണ്ടത് 990 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? 57 + 61 + 65 കുറെ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, ആഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന എളുപ്പവഴി എന്ന് പറഞ്ഞാൽ 57ഉം 73ഉം തമ്മിൽ ആഡ് ചെയ്യാം. ഇവിടെ 7 × 3 10 വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് 130 കിട്ടും. ഇനി 69ഉം 61ഉം കൂടി ആഡ് ചെയ്യാം. 9 × 1 10 ആണ്. 10 120 വരും, 130 വരും. ഓക്കെ, അതായത് 260 വന്നു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഒരു 260 ഉണ്ട്, പിന്നെ ഒരു 65 ഉണ്ട് അല്ലേ? അതായത് 325 വരും. പിന്നെ എന്താണ് ആഡ് ചെയ്യാനുള്ളത്? ഒരു 77 കൂടി ഉണ്ട്. 77 ആഡ് ചെയ്യുമ്പോൾ 402 വരും. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ പറയുന്ന 402നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 402നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു തവണ വരും 30. ഇവിടെ നമുക്ക് എന്താ 10 എടുത്ത് ഇറക്കി എഴുതുക അല്ലെ? 10 ആണ് ശിഷ്ടം പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം? 2 ഇറക്കി എഴുതുക. 3 തവണ വരും. ഇവിടെ എത്ര വരും? 3 × 30 90 വരും. ഇവിടെ 2, ഇവിടെ 1 വരും. അടുത്ത എന്താണ്? പോയിന്റ് ഇട്ട് കൊടുക്കുക, ഇവിടെ 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അവിടെ എത്രയാണ് വരേണ്ടത്? 4 വരും. 30 × 4 എന്ന് പറയുന്നത് 120 ആണ്. ആൻസർ എത്ര വരും? 13.4. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒറ്റയാനെ കണ്ടെത്തുക. 179, 157, 113, 164. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പറയുന്ന 164 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇരട്ട സംഖ്യ. ആ ഒരു കൺസിഡറേഷനിൽ നമുക്കതിനെ മാറ്റാം. അതൊന്നും ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. 164 മാത്രം എന്താണ്? കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കതിനെ ഫാക്ടറൈസ്, അതായത് ഘടകങ്ങളാക്കാൻ പറ്റും. 179ന് നമുക്ക് എന്താണ്? 1 × 179 എന്ന് മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അഭാജ്യ സംഖ്യയാണ്. ഈ പറയുന്ന 13 എന്ന് പറയുന്നത് 1 × 13 എന്നല്ലാണ്ട്, അതായത് 1ഉം ആ നമ്പറും മാത്രമേ പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾക്ക് എന്തുണ്ടാകാൻ പാടുള്ളൂ? അതിന് ഫാക്ടേഴ്സ് ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടുത്തെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത സംഖ്യ നമുക്ക് നോക്കാം. ഈ -2നോട് എത്ര കൂട്ടുമ്പോഴാണ് 1 കിട്ടുക എന്ന് നോക്കാം. -2നോട് നോക്കിക്കേ, ഇതാണ് നമ്മുടെ -2, ഇതാണ് നമ്മുടെ -1, ഇത് 0, ഇത് 1. നോക്കിക്കേ, 1, 2, 3 കൂട്ടിയപ്പോഴാണ് നമുക്ക് 1 കിട്ടിയത്. ഇവിടെ നോക്കിക്കേ, 1നോട് 5 കൂട്ടുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്. 6നോട് 7 കൂട്ടുമ്പോൾ നമുക്ക് 13 കിട്ടും. അങ്ങനെയാണെങ്കിൽ 13നോട് എന്ത് കൂട്ടണം? 9 കൂട്ടി നമുക്ക് ഇവിടെ ആൻസർ വരേണ്ടത് 22 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, 8/125 തുല്യമായത് ഏത്? ഈ 125 എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തിരിക്കുക, 125 × 8 ചെയ്താൽ കിട്ടുന്നത് 1000 ആണ്. അതായത് 8 ഇവിടെ ഇങ്ങനെ വരും ആൻസർ 64/1000 എന്ന് വരും. അതായത് 0.064. ഇവിടെ 3 പൂജ്യമാണുള്ളത്. ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? 3 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടണം. അപ്പോൾ 1, 2, ഇവിടെ 1 കൂടി വേണം. അപ്പോൾ നമ്മൾ 0 ഇട്ട് കൊടുത്തു. ഇതാണ് ആൻസർ വരേണ്ടത്. എത്രയേ ഉള്ളൂ ലോജിക്ക്. 8/125. അതായത് 8/125 എന്ന് പറയുന്നത് നമുക്ക് 5ന്റെ ക്യൂബാണ്. ഓക്കെ, 5ന്റെ സ്ക്വയർ 25, 5ന്റെ ക്യൂബ് ആണ് 125. ഇവിടെ നമ്മളിതിനെ 10ന്റെ ബേസിലോട്ട് മാറ്റാൻ ഇവിടെ 5ന്റെ ക്യൂബ് ആയതുകൊണ്ട് നമ്മളിവിടെ 2ന്റെ ക്യൂബ് കൊണ്ട് ഗുണിക്കുക. അത്രയേ ഉള്ളൂ സംഭവം. അതാണ് ആ ലോജിക്ക് കേട്ടോ. 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. മുകളിലും താഴെ 8 കൊണ്ട് ഗുണിച്ചാൽ മതി.
അപ്പം 125-നെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ 25 ഇപ്പം നമുക്കിവിടെ 8/25 എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം 25-നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്തായിട്ട് മാറും? 4 32 / 25 × 4 100 നമുക്കറിയാം. ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ആ ഒരു ലോജിക്കലി ഞാൻ ഇവിടെ പറഞ്ഞു തന്നാൽ എങ്ങനെ വരും? 8/25 എന്ന് പറയുന്നത് 8/5 സ്ക്വയർ ആണ്. 5 സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യണം? 2 സ്ക്വയർ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് 10-ന്റെ ബേസ് 10-ന്റെ ആ ഒരു ഫോർമാറ്റിലോട്ട് നമുക്ക് കൺവേർട്ട് ആയി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 3 × 25 - 32 / 4 + 10 - 18 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നത് ബോർഡ് മാസ് റൂൾ ആണ് അല്ലേ? ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. അതായത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ എല്ലാം കൂടി മിക്സപ്പ് ആയിട്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ റൂളാണ്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിവിടെ എന്താണ് ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. 38 / 4 എന്ന് പറയുമ്പോൾ 8 വന്നു. ആൻസർ എത്രയാണ്? 8 ആണ്. 3 × 25 - 8 + 10 - 18 എന്ന് വരും. നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. 3 × 25 എന്ന് പറയുന്നത് 75 ആണ്. 75 - 8 + 10 - 18 എന്ന് വരും. നെക്സ്റ്റ് ഇവിടെ എന്താ ചെയ്യേണ്ടത്? 75-ഉം 10-ഉം കൂടി കൂട്ടുമ്പോൾ 85 വരും. 85 - 26 എന്ന് വരും. 18 8 26 അല്ലെ? -8ഉം -18 കൂടി കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കോമൺ സൈൻ. 85-ൽ നിന്ന് 26 കുറയ്ക്കുമ്പോൾ 59 നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ്. 225 മീറ്റർ നീളമുള്ളൊരു തീവണ്ടി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയമെടുക്കും? അതായത് നമ്മൾ പലതവണ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. പോയിന്റ് ഒബ്ജക്റ്റും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? നമ്മളിപ്പോൾ പറയണം പാലം കടക്കാൻ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം കടക്കാൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമ്മൾ ആ പാലത്തിൻ്റെ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്തും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ദൂരത്തിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? തീവണ്ടിയുടെ ദൂരമായി 225-ൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. പക്ഷെ ഇവിടെ പോയിന്റ് ഒബ്ജക്റ്റ് ആണ്, ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കടന്നു പോകാൻ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇവിടെ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ആ ഒരു പോയിന്റ് മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ 225 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് വേണ്ടത് സമയമാണ്. സമയം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇതാണല്ലോ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ ടൈം, ഇവിടെ സ്പീഡ്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് തമ്മിൽ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ടൈം ഇൻറ്റു സ്പീഡ് ചെയ്താൽ മതി. സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസിനെ, ദൂരത്തെ സമയം കൊണ്ട് ഹരിക്കുക. സമയമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ദൂരത്തെ വേഗത കൊണ്ട്, അല്ലെ? ദൂരത്തെ വേഗത കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി ഇത് പിന്നെ എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ? സമയം എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്ത് ചെയ്യണം? ദൂരത്തെ വേഗത കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദൂരം എന്ന് പറയുന്നത് മീറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഇവിടെ വേഗത തന്നിരിക്കുന്നത് കിലോമീറ്ററിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് മാറ്റണം. അതായത് 54 കിലോമീറ്റർ എന്ന് പറയുന്നതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൺവേർട്ട് ചെയ്യണം. എന്താണ് അതിന്റെ റൂള്? കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ എന്തുകൊണ്ട് ഗുണിക്കണം? കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ ക്വാണ്ടിറ്റി ആണ്. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ ചെറിയ 5 മുകളിൽ എഴുതുക. 5/18 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 54 × 5/18 ചെയ്യുക. 18 54 എത്ര തവണ? 3 തവണ. 5 × 15 5 × 3 എന്ന് പറയുന്നത് 15 ആണ്. അതായത് വേഗത മീറ്റർ പെർ സെക്കൻഡിൽ പറഞ്ഞാൽ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇവിടെ എന്ത് ചെയ്യുക? 225 ഡിവൈഡ് ബൈ 15. എത്ര വരും ആൻസർ? 15 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 15 സെക്കൻഡ് സമയമാണ് എന്ത് വേണ്ടത്? ആ ഒരു തീവണ്ടി ആ ഒരു പോസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? മറികടന്നു പോകാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ഭാരം നിങ്ങളുടെ ശരാശരി 43 ആണെങ്കിൽ 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി ഇതിലേക്ക് കൂടിച്ചേർന്നാൽ ശരാശരി ഭാരത്തിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 11 കുട്ടികളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? നമുക്ക് ശരാശരി എന്ന് പറയുന്ന വസ്തുത നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ശരാശരി കണ്ടുപിടിക്കുന്നത് തുകയെ എന്തുകൊണ്ട് ഹരിക്കണം? തുക ഡിവൈഡഡ് ബൈ എണ്ണം ചെയ്താൽ മതി ശരാശരി
ശരാശരി കണ്ടുപിടിക്കാൻ? ഇവിടെ നമുക്ക് ശരാശരിയും അറിയാം, എണ്ണവും അറിയാം. സോ തുക കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ശരാശരി ഇൻറ്റു എണ്ണം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 43 ശരാശരി, എണ്ണം എന്ന് പറയുന്നത് 11. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 473 കിട്ടും. അതായത് ഒരു ക്ലാസ്സിൽ ഉള്ള കുട്ടികളുടെ എല്ലാവരുടെയും ഭാരം എന്ന് പറയുന്നത് 473. അതിലേക്ക് ഒരാൾ ഈ ക്ലാസ്സിലേക്ക് വരികയാണ്. അയാളുടെ ഭാരം എന്ന് പറയുന്നത് എത്രയാണ്? 40 കിലോഗ്രാം ആണ്. കൂട്ടുമ്പോൾ ഇവിടെ എത്ര വരും? 513 ഇപ്പോൾ ഉള്ള ഭാരം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലാസ്സിലെ കുട്ടികളുടെ ആകെ ഭാരം 513. എണ്ണം എത്രയാണ്? 11 അല്ല, 11 കുട്ടികൾ അവിടെ ഓൾറെഡി ഉണ്ട്. ഇനി എന്ത് ചെയ്തു? ഒരാളും കൂടി വന്നു. സോ ഇവിടെ എത്ര വരും? 12 വരും. 513 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര വരും ഇവിടെ? 12 × 4 48 വരും. ഇവിടെ 3 വരും, 33 വരും അല്ലെ. ഇനി എത്ര വരും? 2 24 വരും. 24 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? മൈനസ് ചെയ്യുമ്പോൾ 9 വരും. പോയിന്റ് ഇട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. 90 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് വരേണ്ടത്? 7 തവണ വരും. 84 വരും. ശിഷ്ടം 6 വരും. വീണ്ടും പോയിന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് 0 ഇട്ട് കൊടുക്കാം. ഇവിടെ 5 തവണ വരും. അപ്പോൾ എത്ര വരും? 42.75 കിലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/2 പ്ലസ് 3/16 പ്ലസ് 5/4 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമുക്കിവിടെ എന്ത് ചെയ്യാം? ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇവിടെ 64ലേക്ക് ഇതിനെ എത്തിച്ചാൽ മതി. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം ചെയ്യാനായിട്ട്. നോക്കിക്കേ, ഇവിടെ നമുക്ക് 2നെ 64 ആക്കാം, 32 കൊണ്ട് ഗുണിക്കാം അല്ലേ. 16നെ 64 ആക്കാൻ വേണ്ടി നമുക്ക് 4 കൊണ്ട് ഗുണിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 32 പ്ലസ് 4 3 12 പ്ലസ് 5 ഇവിടെ എത്ര വരും? എല്ലാം കൂടി ഡിവൈഡ് ബൈ 64 വരും. ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ മതി നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. 32ഉം 12 കൂടി കൂട്ടുമ്പോൾ 44, 44ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ 49/64 വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 20 നമ്മുടെ മാത്സ് ക്വസ്റ്റ്യൻസ് LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വന്നിരിക്കുന്നത്. നല്ല രീതിക്ക് മാത്സ് നിങ്ങൾ നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഓരോ ദിവസമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുന്ന പോലെയൊക്കെ ഞാൻ ഇട്ടുതരാം. 20 ക്വസ്റ്റ്യൻ വീതം ചെയ്ത് നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം? LGS ലെവൽ കഴിഞ്ഞിട്ട് 10th ലെവലിലെ പ്രിലിംസും മെയിൻസും ഒക്കെ കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഒരു എക്സാമിലേക്ക് നിങ്ങൾ മാത്സിൽ എന്താകും? പക്കയായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്